മുല കൂടി മാറി മിണ്ടാൻ തുടങ്ങിയപ്പോൾ മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ അതൊന്നും വായിച്ചിട്ടില്ല, അതിനുള്ള ബുദ്ധി ഉറച്ചിട്ടില്ല. അമ്മ ഇതൊക്കെ വായിച്ചുണ്ടോ സഖാവേ? ഞാൻ വായിച്ചിട്ടില്ല, വായിച്ചു കേട്ടിട്ടുണ്ട്, വിശദീകരിച്ചും തന്നു. നിന്റെ അച്ഛൻ നിന്നെ പ്രസവിക്കുന്നതിന് കുറച്ചുനാൾ മുമ്പ് മോൻ ഗർഭപാത്രത്തിൽ നിന്നേ തുടങ്ങട്ടെന്നായിരുന്നു വാചകം. വളർന്ന് വലുതായി ഉജാലെ മുങ്ങി നിൽക്കല്ലേ സഖാവ് മകൻ. കുഞ്ഞായിരിക്കുമ്പോ അപ്പി വാരി കളിക്കും, വളർന്നാ ചെയ്യാറില്ലല്ലോ. തന്തയ്ക്ക് പറക്കാത്തവൻ. ഈ വാചകം അമ്മ മാറ്റി പറയുന്ന ദിവസം ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് പറയും ഞാൻ. ഒരു ലാൽ സലാം. എന്തൊക്കെയായിരുന്നു കിടക്കുന്ന കിടപ്പ് കണ്ടില്ല. GDP പീഡിപ്പിക്കാനാ അവർ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും പോലീസുകാരെ വെച്ച് എന്തുണ്ടാക്കാനാ? ഇങ്ങോട്ടാ, ആലമാരയിൽ ടോർച്ചുണ്ട്, അതിങ്ങെടുക്ക്. ഇത്രയും ബന്ധമുള്ളപ്പോൾ ഇതിനാ ടോർച്ച്? രമണി, അതെ, ബാലിസാറിനോട് പറഞ്ഞിട്ട് കുറച്ച് പേരോട് വരാൻ പറഞ്ഞാലോ? എന്താ സഖാവേ? നിന്റെ അമ്മ ചതിച്ചു. സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഏറ്റവും നിർണായകമായ ചരിത്രപ്രധാനമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ആയിക്കരയിൽ നേരിടാൻ പോകുന്നത്. ബൂർഷ്വാ ഫാസിസ്റ്റ് കക്ഷികളുടെ ചട്ടുകമായി മാറിയ ഒരു വർഗവഞ്ചകനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എതിരിടാനുള്ളത്. ഇന്ന് CDP സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ച ആയിക്കരയിലെ നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങ് ധീര രക്തസാക്ഷി സഖാവ് രാഘവന്റെ വീടിൽ മുമ്പിൽ വെച്ച് നടത്തുവാനാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. രക്തസാക്ഷി സഖാവ് രാഘവന്റെ വിധവ സഖാവ് രാഗിണി രാഘവൻ.
നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് രാഗിണി രാഘവൻ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് കടമ നിർവഹിക്കാനും എനിക്ക് ബാധ്യതയുണ്ട്. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കുമെന്നും എനിക്കറിയാം. ലാൽ സലാം. എന്ത് തോന്നുന്നു? സംഗതി പോസിറ്റീവ് അല്ലേ? അല്ല സാർ, അട്ടർ നെഗറ്റീവാണ്. അതെന്താടോ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ? ഓപ്പോസിറ്റ് അമ്മയല്ലേ, അതുകൊണ്ടായിരിക്കും. അമ്മയല്ല, ഓപ്പോസിറ്റ് അച്ഛൻ നിന്നാലും ഞാൻ ജയിക്കും സാർ. പിന്നെന്താടോ? NSPയുടെ മുഴുവൻ വോട്ടും എനിക്ക് കിട്ടിയ. ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ ഉഴപ്പൊന്ന് അല്ലേ? അയ്യോ, ബാനു സാർ ഉഴപ്പൊന്നല്ല. NSPയുടെ മുഴുവൻ വോട്ടും ബാനു സാർ എതിർ പാർട്ടിക്ക് മറിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാമനണ്ണി മൂത്ത് നോക്കി പോക്കരുതെന്ന് പറയുന്നു. രാമനണ്ണി മര്യാദ വിടാതെ സംസാരിക്കുക. സോറി സാർ. ഞാൻ ജയിക്കുന്ന സാർ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ മാനുമായിട്ട് സംസാരിക്കട്ടെ. ചെല്ല്. ആ പോട്ടെ. അതെ, തോറ്റാ പിന്നെ രാമനോട് രാഷ്ട്രീയ ഭാവി. തോൽക്കാതിരിക്കാൻ ശ്രമിക്കാടോ. എന്താ താൻ ശ്രമിക്കൂലേ? അത് പിന്നെ പറയാനുണ്ടോ? പറച്ചിൽ കുറവും ചെയ്ത്ത് കൂടുതലും, അതാണ് വേണ്ടത്. എങ്ങനെ? അല്ല, താൻ വരുന്നില്ലേ ഫുട്ബോൾ കളി കാണാൻ? ആ ബെസ്റ്റ്. നാളെ ഇലക്ഷൻ കൺവെൻഷനാ. ഒരുപാട് പണി ബാക്കി കിടക്കുക. അതിനിടയിൽ ഈ ഫുട്ബോൾ വേണോ? വാ. നാളെയല്ലേ കൺവെൻഷൻ? ഇന്ന് കളിയുടെ ഫൈനലാടോ. ഏറനാട് സ്റ്റാലിൻസിന് വേണ്ടി മുമ്പ് ഞാൻ കളിച്ചിട്ടുള്ളതാ. താനൊന്ന് ഫ്രഷായി നിൽക്ക്, ഞാൻ വന്ന് കൂട്ടിക്കോളാം. ഓ, അപ്പം ഞാൻ റെഡിയായിരിക്കാം. പ്രിയമുള്ള ഫുട്ബോൾ പ്രേമികളെ, ചേമ്പാറ മൈതാനിയിൽ കാൽപന്ത് കളിയുടെ രാജാക്കന്മാരുടെ ഉജ്ജ്വല പോരാട്ടത്തിന് അല്പനിമിഷങ്ങൾക്കകം തുടക്കമാകുവാൻ പോകുന്നു. ഇന്നത്തെ വാശിയേറിയ കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏറനാട് സ്റ്റാലിയൻസും മലപ്പുറം ഡെൽറ്റ ഫോഴ്സും. ടീമംഗങ്ങളെ പരിചയപ്പെടുന്നത് പ്രമുഖ വ്യവസായിയും പാലക്കാട് ഫുട്ബോൾ ലീഗിന്റെ രക്ഷാധികാരിയുമായ ശ്രീ ടോമിക്സൺ അവറുകൾ. ഞങ്ങളുടെ സീറ്റ് പോലീസുകാർ അലോട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളും കാശ് കൊടുത്തിട്ടല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. പോലീസുകാരോ? എവിടെ ആ ചാട്ടം എടുത്തേ? എന്റെ ചന്ദ്രേട്ടാ, അത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. DYSP പോൾസൺ സാർ പറഞ്ഞിട്ടാ നമ്മുടെ രാമനുണ്ണിക്ക് കൂടെ വരുന്ന പോലീസുകാർക്ക് വേണ്ടി ഇട്ടേക്കുന്ന. അവരെ ഇരുത്തിയില്ലെങ്കിൽ കോടതി ലക്ഷ്യം ആവുമെന്ന്. എന്നെ കൊണ്ട് ശല്യമായല്ലോ. നിങ്ങൾ ബേജാറാവണ്ട. എടോ, 2 അഡീഷണൽ സീറ്റ് റെഡിയാക്കി അവരെടുത്ത്. അത് തന്നെയല്ലേ ചന്ദ്രേട്ടാ ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നത്. അതിനിടയ്ക്ക് ബഹളം വെച്ചാൽ എങ്ങനെയാ ചേട്ടാ? 2 ദിവസം കണ്ടോ ആ ഹൈറ്റ് പേടിയിലെ മോളിൽ പോയിരിക്കും.